കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജിൽ ജാതി അധിക്ഷേപത്തെ തുടർന്ന് ജീവനൊടുക്കിയ നിതിൻ രാജിന്റെ ഭൗതികദേഹം തിരുവനന്തപുരത്തെ വസതിയിൽ എത്തിച്ചു. അവിടെ പൊതുദർശനം നടക്കുകയാണ്. സംസ്ഥാനത്തൊട്ടാകെ വ്യാപകമായ പ്രതിഷേധം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. അതിനിടയിൽ നിതിൻ രാജിന്റെ ശബ്ദ സന്ദേശം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. താൻ ആ കോളേജിൽ ഏത് മാനസികാവസ്ഥയിലൂടെയാണ് പോയത് എന്ന് വിരൽ ചൂണ്ടുന്നതാണ് ശബ്ദ സന്ദേശം. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ മനുപ്രസാദ് കൂടി ചേരുകയാണ്. മനുപ്രസാദ്, ഈ ജാതി അധിക്ഷേപം സംസ്ഥാനത്ത് ഇതാദ്യമല്ല, തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഇരയായിട്ട് മാത്രമേ നമുക്ക് ഈ നിതിൻ രാജിനെ കാണാൻ കഴിയുകയുള്ളൂ. അങ്ങനെ എങ്ങനെയാണ് ഈ വളരെ ഗൗരവമുള്ള വിഷയത്തോട് പ്രതികരിക്കുന്നത്? അല്ല, കേരളത്തിന്റെ മണ്ണിൽ ജാതീയമായി യാതൊരു വേർതിരിവും ഇല്ലാന്ന് വ്യാപകമായി പ്രതികരണം നടത്തുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നുണ്ട്. ആ അഭിമാനം കൊള്ളുന്നതിൽ ഞങ്ങൾക്കൊന്നും എതിർപ്പില്ല, അത് നല്ലതാണ്. പക്ഷേ കേരളത്തിൽ ഇന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാം തലകുനിച്ച് നിർത്താൻ പ്രാപ്തരാക്കുന്നതിന് തുല്യമാണ്. കേരളത്തിന്റെ മണ്ണിൽ കൃത്യമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചില കാര്യങ്ങൾ പുറത്തു വരുന്നത് മരണങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമാണ്. കൃത്യമായ ഒരു ഇടപെടൽ ഈ സംഭവത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നില്ല. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ BDS വിദ്യാർത്ഥിയാണ്, പഠിച്ച് നല്ല രീതിയിൽ ഒരു സ്വപ്നം കണ്ട് അവിടെ പോയി ചേർന്നതാണ്. എന്നാൽ റാഗിങ്ങുകളും മറ്റു കാര്യങ്ങളും വ്യാപകമായി നടക്കുന്നു. കണ്ണൂരിന്റെ മണ്ണ് നമുക്ക് നല്ലപോലെ അറിയാവുന്നതാണ്. കണ്ണൂരിനെ കുറിച്ച് അവർ പറയുന്നത് ഇവിടെ ജാതീയതയില്ല, മതമില്ല, എല്ലാവിധ കമ്മ്യൂണിസ്റ്റും ചുവന്നു തുടുത്തു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പക്ഷേ സർക്കാർ സംവിധാനങ്ങളോ ഭരണകൂടങ്ങളോ ഇത്തരം കാര്യങ്ങളെ വ്യക്തതയോടുകൂടി കാണാനോ അതിനെ പരിഹരിക്കാനോ ഇടപെടാനോ തയ്യാറാകുന്നില്ല. ഇത്തരം കുത്തക മുതലാളിമാരുടെ ഇടപെടലുകളിലും അവരുടെ മേശയ്ക്ക് ചുറ്റുമിരുന്ന അവരുടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുക എന്നുള്ളതിനപ്പുറം വിദ്യാർത്ഥികൾക്കും സമൂഹത്തിന് ഗുണമുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ ഇവർ തയ്യാറാകുന്നില്ല എന്നതിന്റെ ഉദാഹരണമായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുന്നത്. ഒന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മേധാവിമാർ പോലും ജാതി വെറിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് വിദ്യാഭ്യാസ സമ്പന്നരാണ്, ഒരു മുന്നോക്ക പുരോഗതിയിൽ ചിന്തിക്കുന്നു എന്നൊക്കെ വ്യാപകമായി നടത്തുമ്പോഴും ജാതി വെറി കൊണ്ടു നിൽക്കുന്ന വകുപ്പ് മേധാവിമാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും അധ്യാപകരും ഒക്കെ നിൽക്കുന്നു എന്നുള്ളത് ആ സമൂഹത്തിന് മൊത്തം അപമാനകരമാണ്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ഇതിന്റെ കുറ്റക്കാരെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിന് ഗവൺമെന്റ് കാര്യക്ഷമമായ ഇടപെടൽ നടത്തണം. ഇവിടുത്തെ മുതലാളിമാർക്കും അതുപോലെ തന്നെ കൊട്ടേഷൻ സംഘങ്ങൾക്കുമെല്ലാം കൂട്ടുനിൽക്കുന്ന സമീപനവുമായി ഇനിയും മുന്നോട്ട് പോയാൽ കേരളം വലിയ പടുകുഴിയിലേക്ക് ചെന്നു വീഴുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇത് അത്യന്തം അപകടകരവും അപലപനീയവുമാണ് എന്നുള്ളതാണ് യുവമോർച്ചയ്ക്ക് പറയുന്നത്. ഓക്കെ മനുപ്രസാദ്, ഭാരതീയ ജനതാ യുവമോർച്ചയുടെ നിലപാടാണ് സംസ്ഥാന അധ്യക്ഷൻ മനുപ്രസാദ് വ്യക്തമാക്കിയത്.